അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അടിമാലിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു മസാല ദോശയാണ് നമ്മൾ കഴിച്ചുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സുഖത്തിലാണ് യാത്ര. ചൂടിനൊരു കുറവുമില്ല. സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെയും പടക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് നേരെ ഇരുമ്പുപാലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമുക്ക് മാമലക്കണ്ടത്തേക്കുള്ള ഡൈവേഷൻ. അപ്പോൾ നമ്മൾ നല്ല ഉഷാറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂടുണ്ട്, പിന്നെ റോഡിൻ്റെ ഇഷ്യൂ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, സൈഡിലൊക്കെ കോൺക്രീറ്റിൻ്റെ ഭിത്തി കെട്ടിയിട്ടുണ്ട്. സൈഡിലൊക്കെ മണ്ണൊക്കെ അടിച്ചിട്ട് അതിന് ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ ഭിത്തി കെട്ടി കേൾക്കും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ വീതി വരുത്താനുള്ള ഒരു പദ്ധതി. വ്യൂ ഒക്കെ കണ്ടില്ല, ഈ വഴി പോകുമ്പോൾ നല്ല വ്യൂസ് ആട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഈ കൊച്ചിയിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ പെരുമ്പാവൂര്, കോതമംഗലം, നേരിമംഗലം അങ്ങനെ വഴിക്കൊക്കെ വരുന്ന ഈ റൂട്ടിൽ നല്ല വിഷ്വൽസാണ്. ഇത് ബേസിക്കലി ആലുവ അടിമാലി എന്നാണ് ഈ റൂട്ടിന് പറയുന്നത്. നമുക്കറിയാം നേരിമംഗലത്ത് നിന്ന് അടിമാലി പറഞ്ഞ റൂട്ടാണത്. അപ്പോൾ ഈ റൂട്ട് നല്ല വിഷ്വൽസ് ഉണ്ട്, കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വേനൽക്കാലത്തൊന്നും കാണാൻ പറ്റില്ല. മഴക്കാലത്താണെങ്കിൽ നമുക്ക് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടാവും. ചെറുതല്ല, വലിയ ചീയപ്പാറയൊക്കെ അത്യാവശ്യം വലിയ വെള്ളച്ചാട്ടമാണ്. പക്ഷേ അതൊക്കെ കാണണമെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം. പിന്നെ ഓവറായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെ സർക്കാർ വരണ്ടെന്ന് പറയും. ഓക്കെ, വല്ല റെഡ് അലേർട്ടോ ഒക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒരു ലക്കാണ്. നേരിയ മഴയുണ്ട്, വലിയ അപകടമില്ലാത്ത മഴയാണെങ്കിൽ നമുക്ക് വരാൻ പറ്റും. അതിന് നല്ല വിഷ്വൽസും ഒക്കെ കാണാൻ പറ്റിയ അവസരങ്ങളാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മളിപ്പോൾ തിരക്കുള്ള റൂട്ടുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീതി കുറവുള്ള കാരണം ഡൈവേഷൻസിലൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. കൺഫ്യൂഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. സൈഡിൽ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട് റോഡ് പണി കാരണം. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പോയി തട്ടാതിരിക്കുക. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും പറയുക. നമുക്ക് എന്താണ് അപ്പുറത്തിരിക്കുന്നത്, ചിലപ്പോൾ അതുപോലെ കുഴിയൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ബാരിക്കേഡിൻ്റെ മുകളിലൊക്കെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് വീഴുമ്പോൾ നമ്മൾ ചിലപ്പോൾ ടയറൊക്കെ കുഴിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ വിളിച്ചിട്ട് വേണം പൊക്കാൻ. അപ്പം അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കണ്ട, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. റോഡ് പണിയെന്ന് അറിയുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. അത്തരത്തിലൊക്കെ പറയാമല്ലോ. നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ പിന്നിൽ പെട്ടു, ഒരു കാറിൻ്റെ പിന്നിൽ പെട്ടുകൊണ്ട് പിന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓപ്പോസിറ്റ് സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടികൾ വരുന്നുണ്ട്. ബോർഡ് അവിടെ വെച്ച് കണ്ടില്ലേ, നേരെ അങ്കമാലി. അപ്പോൾ ഈ വഴി നേരെ പോകുക എങ്ങനെയാണ്, നേരിമംഗലം വഴി കോതമംഗലം, കോതമംഗലത്ത് നേരെ പെരുമ്പാവൂർ. പെരുമ്പാവൂർ നമുക്ക് 2 വഴിക്ക് തിരിയാം, മൂവാറ്റുപുഴയ്ക്ക് തിരിയാം, അതേപോലെ അങ്കമാലിക്കും തിരിയാം. അങ്ങനെ അപ്പോൾ നമ്മൾ ഇരുമ്പുപാലത്തിൻ്റെ അവിടെ നിന്നാണ് ഈ ഡൈവേഴ്സ് എടുക്കുന്നത് മാമലക്കണ്ടത്തിലേക്ക്. ഇതിന് മുന്നൊരു ഡൈവേഴ്സ് ഉള്ളത് വായിക്കലങ്കണ്ടം റോഡ് എന്ന് പറഞ്ഞുള്ളതാണ്. അപ്പോൾ അവിടെ പണി നടക്കുന്ന കാരണം നമുക്ക് ആ ഡൈവേഴ്സ് എടുക്കാൻ പറ്റില്ല. അത് ഇരുമ്പുപാലത്തിനേക്കാൾ മുന്നേ തിരിയാൻ പറ്റും. പക്ഷേ അവിടെ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇരുമ്പുപാലത്തിലെത്തി തന്നെ ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇരുമ്പുപാലത്തുനിന്ന് മാമലക്കണ്ടയ്ക്ക് പോവാണ്. വളരെ വീതി കുറഞ്ഞ റോഡാട്ടോ. അപ്പോൾ അധികം വ്യത്യാസങ്ങളൊന്നും കാണിക്കാൻ പറ്റിയ റോഡല്ല. അപ്പോൾ ഈ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇരുമ്പുപാലം വെള്ളച്ചാട്ടമുണ്ട് ഈ വഴിയിൽ, അതേപോലെ പടിക്കപ്പ് വെള്ളച്ചാട്ടമുണ്ട്. ഇതൊക്കെ ഈ ഒരു സൈഡിൽ തന്നെയാണ് മെയിൻ റോഡിൽ നിന്ന്. ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരത്തിലാണ് 2 സൈഡിലും ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ മാമലക്കണ്ടം പ്ലാൻ ചെയ്തുള്ള കാരണം ഇങ്ങോട്ട് പോകാമെന്നുള്ളൂ. ഈ വഴിക്ക് പോകുന്നവർക്ക് ഇനി അവിടേക്ക് വേണമെങ്കിൽ ഒന്ന് കയറാം. പിന്നെ പടിക്കപ്പ് ഷാപ്പുണ്ട്, ഷാപ്പിലൊക്കെ പോയി വേണമെങ്കിൽ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി നല്ലൊരു ഓളത്തിലൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, അപ്പം ഈ ചൂടുള്ള കാരണം, വെള്ളച്ചാട്ടമില്ലാത്ത കാരണം നമുക്ക് അത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിലേക്കൊന്നും പോകാൻ പറ്റില്ല. അല്ല, റോഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആകെ കൂടിയിട്ട് 3 മീറ്റർ വീതിയുള്ളൂ. അതിലവൻ പകുതി ജീപ്പ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ചൂടത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ ഒക്കെ കണ്ടില്ല, ലെഫ്റ്റ് സൈഡിൽ മലയൊക്കെ കാണാനുണ്ട്. നല്ല വ്യൂ ആണ് അപ്പുറ സൈഡിലൊക്കെ. വലിയ പാറക്കെട്ടൊക്കെ കാണാനുണ്ട്. വീതി പറഞ്ഞ റോഡെന്ന് പറഞ്ഞൊരു കാര്യമില്ല. റോഡ് വലിയ അലമ്പുള്ള റോഡല്ല ഇതുവരെ. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇതുവരെ റോഡിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ല രസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പിന്നെ സൈഡൊക്കെ തരുന്നുണ്ട് പ്രോപ്പറായിട്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നല്ല രീതിയിൽ പോകാൻ. ഇവിടെ എന്തെങ്കിലും മഞ്ഞക്കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വല്ല പള്ളിയിൽ എന്തെങ്കിലും പരിപാടിയോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഈ വെള്ളക്കൊടിയൊക്കെ, ചെറിയ മഞ്ഞക്കൊടി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര. അവിടെ ഈ മലകളൊക്കെ കാണാൻ തന്നെയാണ് ഇതിൻ്റെ രസം. ഓക്കെ, നല്ലൊരു മഴക്കാറുള്ള ടൈമിലൊക്കെയാണെന്നുണ്ടല്ലോ ഈ വഴി എന്ന് പറയുന്നത് വേറെ വിഷ്വൽ പരിപാടിയായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു ഓളം വേറെ തന്നെയായിരിക്കും. പക്ഷെ വന്നൊരു ടൈം എന്ന് പറയുന്നത് ജനുവരി എൻഡായതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് യാത്രയിൽ.
ഓട്ടോക്കാരൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. വീടുകൾ അത്യാവശ്യം ഒരു മിനി ടൗൺ എന്നൊക്കെ പറയാം. അത്രയും വലിയ ഡെവലപ്ഡ് ഒന്നല്ല, നല്ലൊരു മിനി ടൗൺ. കുറച്ച് വീടുകളുണ്ട്, പലചരക്ക് കടകൾ, ഒരു ചെറിയ ലൊക്കാലിറ്റിക്ക് വേണ്ട സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, റോഡ് ഉഷാറാണ്, വീതി കുറവായാലും കുഴപ്പമില്ല, എന്നാലും നല്ല സ്മൂത്തുള്ള അലമ്പില്ലാത്ത റോഡാണ്. നേരെ ഒരു മല കണ്ടില്ലേ, അത് കാണാനൊരു രസമാണ്. ഇങ്ങനത്തെ ഒരു റൂട്ടിൽ കൂടെ ഒക്കെ പോകാന്നുള്ളതാണ് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഒരു പ്ലെയിൻ ലാൻഡ് ഉണ്ടാവും, കുറേയൊക്കെ ആൾക്കാരുണ്ടാവില്ല, ആൾത്താമസം ഉണ്ടാവില്ല, ഇങ്ങനത്തെ മരങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. റിസർവ്ഡ് ഫോറസ്റ്റ് ആണെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ പടിക്കപ്പാണ് കഴിഞ്ഞത്, ഇനി പഴംപള്ളിച്ചാലാണ്. പഴംപള്ളിച്ചാലിൽ നിന്നാണ് നമ്മൾ നേരെ മാമലക്കണ്ടത്തേക്ക് പോവുക. ഓക്കെ, അപ്പോൾ പഴംപള്ളിച്ചാൽ ഇതേപോലെ ടൗൺ ഒന്നും പറയാൻ പറ്റില്ല, ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെയുള്ളൂ, അതേപോലത്തെ റോഡ് തന്നെയുള്ളൂ. പഴംപള്ളിച്ചാൽ മാർക്കറ്റ് ഉണ്ട്, അത് തന്നെയാണ് അവിടെ പറയാനെന്തേലും ഉള്ളൂ. ഓക്കെ, ബേസിക്കലി ഇത് ജസ്റ്റ് കുറച്ച് ജനവാസ മേഖല എന്നേ ഉള്ളൂ, അതിന് മേലേക്കായിട്ട് ഇവിടെ ഒന്നുമില്ല. പിന്നെ റോട്ടിൽ വലിയ തിരക്കില്ല, വലിയ തിരക്കൊന്നുമില്ല, തിരക്ക് തന്നെ ഇല്ല. ഇടയ്ക്കല്ല വണ്ടി വന്നായി. അങ്ങനെയാണ് നമ്മളെ യാത്ര. KSRTC ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് പോകണം. മാമലക്കണ്ടത്തേക്ക് KSRTC സർവീസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ പോകുക. KSRTC ഉണ്ടെന്ന് ഇപ്പോഴൊന്നും ശ്രദ്ധിക്കുക. ഇപ്പോഴും ഉണ്ടാവില്ല അങ്ങനെ കണ്ടിന്യൂസ് KSRTC ഉള്ള റൂട്ടല്ല, ചിലപ്പോൾ ദിവസം ഒരു 6-7 സർവീസ് ഉണ്ടായിരിക്കണം. അങ്ങനെ അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് KSRTC ഒന്നും റൂട്ടൊന്നുമില്ല. വലിയ ഇവിടെ പിന്നെ ഇൻഡസ്ട്രിയൽ ഫാക്ടറി സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വലിയ ലോറികൾ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല രസമാവട്ടെ അങ്ങനെ ഈ റോട്ടിൽ കൂടെ പോകാൻ. വലിയ തിരക്കുമില്ല, നല്ല സൈലൻസ്, ശാന്തമായ അന്തരീക്ഷം. വണ്ടി ഇങ്ങനെ സിമ്പിളി പോകാം. ചില ആൾക്കാരൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്, ഒരു പെണ്ണ് നടക്കുന്നുണ്ട് സൈഡിൽ കൂടെ. പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വരാൻ തോന്നുന്നുണ്ട്, അത് ഉച്ചയൂണിന് പോകുക എന്നുള്ളത് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവിടെ കുറേ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല, വീടുകളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ എങ്ങനെയാണ് ഒരു ടൗണിലേക്ക് എത്തുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ്. പിന്നെ ഇവരെന്ന് പറയുന്നത് ചിലപ്പോൾ വീക്കെൻഡൊക്കെ പുറത്തേക്ക് പോകുന്നവരായിരിക്കണം, അല്ലെങ്കിൽ എളുപ്പമല്ല ശരിക്കും അങ്ങനെയൊക്കെ എത്താൻ വേണ്ടിയിട്ട്. റോഡ് കണ്ടില്ലേ, വണ്ടി ഓടിക്കാൻ തന്നെ എന്താ സുഖം. തണലാണ്, അതായത് മരങ്ങൾ വരുമ്പോൾ തണൽ, അല്ലെങ്കിൽ വെയിൽ. നല്ല ഓളത്തിൽ പോകുന്ന റൂട്ടാണ്. മാമലക്കണ്ടത്തിൽ കാണാൻ മാത്രമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ടാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ ഇഞ്ചത്തൊട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തായാലും ഇനി നമുക്കൊരു സ്ഥലം പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ ഇടയിൽ നിർത്തി വിഷ്വൽ എടുത്തൊരു സ്പോട്ടാണ്. കുന്നുകളാണ് സൈഡിൽ, വെസ്റ്റേൺ ഗഡ്സിലുള്ള പാറക്കെട്ടുകൾ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തും, ഒരു 5 മിനിറ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകാറ്. നമ്മൾ പിന്നെ യാത്ര തുടരുകയാണ്. ഇവിടെയൊക്കെ ഉണ്ടോ ചെറിയ വീഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ട് സൈഡിൽ. വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് അങ്ങനെ ഈസി ആയിട്ടൊരു ആക്സസ് എല്ലാവർക്കും ഉണ്ടാവില്ല. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, വല്ല ബൈക്കും കാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടൗണിലേക്ക് പോയിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫിക്സഡ് ആയിട്ടൊരു ബസ് ഉണ്ടാവും, ആ ബസ്സിന് വെയിറ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അല്ല, അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ ആ ഒരു ആംഗിളിൽ ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. ഇതാണ് പഴംപള്ളിച്ചാൽ പള്ളി, റൈറ്റ് സൈഡിൽ കാണാണ്ടാവും ഒരു പള്ളി. അപ്പോൾ നമ്മൾ ഇനി പഴംപള്ളിച്ചാലിൽ നിന്ന് നമുക്ക് തിരിച്ച് വരുമ്പോൾ നമ്മൾ മാമലക്കണ്ടത്ത് നമ്മൾ ഇനി ഇഞ്ചത്തൊട്ടി പോകുമ്പോൾ ഈ റൂട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് പഴംപള്ളിച്ചാൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് 6th മൈലിലേക്ക് കട്ട് ചെയ്യാൻ പറ്റും, 6ാം മൈൽ. അപ്പോൾ നമ്മൾ ഈ വഴി തരേണ്ട ആവശ്യമില്ല, 6ാം മൈലിൽ നേരെ നേരിമംഗലം പിന്നെ അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെ പോവുക. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഈ വഴിയിലൊന്നും നമ്മളുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ വഴിയിലൊന്നും തിരിച്ചു വരില്ല. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് വൈബ് ആയിരിക്കും. അതായത് പഴംപള്ളിച്ചാലിൻ്റെയും മാമലക്കണ്ടത്തിൻ്റെ ഇടയിലെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഇല്ല കാര്യമായിട്ട് നല്ല തീരില്ല. അതൊരു വളരെ ഇടാക്കുടുക്കായിട്ടുള്ളൊരു വഴിയാണ് ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ പഴംപള്ളിച്ചാൽ കഴിഞ്ഞു മാമലക്കണ്ടത്തേക്ക് പോവാണ്. ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട്. ഓക്കെ, പിന്നെ മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിയാണ്. ഇതേപോലെ ആയിരിക്കും ഈ ഒരു റൂട്ട്. ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ആനക്കിറങ്ങുന്ന പറഞ്ഞിരുന്നു എല്ലാവരും. ആനപ്പിണ്ടത്തിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. ചില പോർഷൻസൊക്കെ ആന ഇറങ്ങുന്ന റൂട്ടാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഈ വഴി കുറച്ച് റിസ്ക് ഉണ്ട്, നടന്നിട്ടൊന്നും പോകാൻ പറ്റില്ല ഉണ്ടല്ലേ. വളരെ ഒരു ഇന്നർ ഫോറസ്റ്റ് കൂടെ ഉള്ള റൂട്ടാണ്. അപ്പോൾ വണ്ടി നിർത്താതെ ഇരിക്കുക. നമുക്കിപ്പോൾ പിന്നെ ഇപ്പോൾ ഈ വെയിലത്ത് പിന്നെ അങ്ങനെ ആരും ഇറങ്ങി വരില്ല, നമ്മളൊന്നും പുറത്തേക്ക് ഇറങ്ങി വരില്ല. അപ്പോൾ നമ്മൾ മാക്സിമം വണ്ടി നിർത്താതെ ഇരിക്കുക. ഇത് പറയുമ്പോൾ തന്നെ ഒരാളോട് വണ്ടി നിർത്തിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്, ഒരു ബൈക്കാർ.
അത് ഇവിടുത്തെ ലോക്കാലിറ്റിയുള്ള ഇവിടുത്തെ ഒരു നാട്ടുകാരനാണ്, അതുകൊണ്ട് ആൾക്ക് അറിയായിരിക്കും എന്താ അവസ്ഥ എന്നുള്ളത്. അവിടെ സ്ഥലമൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ്, ചൂടിൻ്റെ ഒരവസ്ഥ. മൃഗങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതാണ്, കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കിട്ടാൻ എന്തെങ്കിലും സെറ്റപ്പൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഈ ചൂട് നമുക്ക് തന്നെ അത്രയും ദാഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരൊന്നും അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഇങ്ങനത്തെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ഈ ചൂടുകാലത്ത് വെള്ളത്തിനുള്ള സെറ്റപ്പൊക്കെ ചെയ്യണം. ടാങ്കൊക്കെ ചെയ്തിട്ട്, ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ അതേപോലെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ടൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മനുഷ്യർക്കാണെങ്കിലും വെള്ളം ഇടുന്ന കിട്ടുക, എല്ലാ സ്ഥലത്തു നിന്നും വെള്ളം അടിച്ച് കൊണ്ടുവരണം, അതായത് ടാങ്കറിലൊക്കെ കൊണ്ടുവരണം. അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ചൂടത്ത്. ഇവിടെയൊക്കെ റോഡ് വലിയ സുഖമില്ല കേട്ടോ, കാരണം അങ്ങനെയാണ് റോഡ്, അത്രയും ഡെവലപ്മെൻ്റ് ആയിട്ടില്ല ഈ ഭാഗത്ത് റോഡുകളൊക്കെ. നമ്മൾ പഴമ്പിള്ളിച്ചാല് വരെ നല്ല റോഡായിരുന്നു, അവിടുന്ന് മാമലക്കണ്ടത്തേക്കുള്ള റോഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് അത്രയും റീനോവേറ്റഡ് മെയിൻറ്റെയിൻഡ് റോഡല്ല. ഇത് എത്ര കാലം മുമ്പ് ചെയ്തില്ലാന്ന് നമുക്ക് റോഡ് കണ്ടറിയാം. അറ്റ്ലീസ്റ്റ് ഒരു 20 കൊല്ലത്തിനിടയിൽ വലിയ കാര്യമായിട്ട് പണിയൊന്നും വന്നിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ഈ മാമലക്കണ്ടത്തേക്ക് വരുന്നവരിനി വരുമല്ലോ, അതിന് കൂടുതൽ ഒരാൾക്ക് റെഗുലർ റൂട്ടല്ല. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ റൂട്ടിനുണ്ട്. അങ്ങനെ നമ്മൾ മാമലക്കണ്ട എത്താറായി, ഇനി 2 കിലോമീറ്റർ കൊണ്ടേ ഉള്ളൂ. അപ്പോൾ മാമലക്കണ്ടത്തിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. കണ്ടില്ലേ റോഡിൻ്റെ അവസ്ഥ ദാരുണമാണ്. പിന്നെ ഫോറസ്റ്റ് റൂട്ടായ കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ നമുക്കിങ്ങനെ കാർ റേസ് നടത്താനുള്ള സ്ഥലമല്ലോ, അതുകൊണ്ട് അത്രയ്ക്ക് നമുക്ക് വീക്ഷിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് മരങ്ങളുടെ മുകളിലൊക്കെ കണ്ട ഇലയൊന്നുമില്ല. തേക്കാണ് പ്രത്യേകിച്ച് കാണേണ്ട ഇഷ്യൂ. തേക്ക് പോലത്തെ മരങ്ങളൊന്നും ഇലയേ ഇല്ല. അപ്പോൾ നമ്മൾ അവസാനം നമ്മളെത്തി മാമലക്കണ്ടം. ഇതാണ് നമ്മുടെ മാമലക്കണ്ടം ഹൈസ്കൂളല്ല UP സ്കൂളാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു കേട്ടത് ശരിയാണെങ്കിൽ UP സ്കൂളാണ്. അപ്പോൾ നമ്മൾ കുറേ ഇൻസ്റ്റ പേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും മാമലക്കണ്ടം. കണ്ടില്ലേ, ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം, എറണാകുളം ജില്ല. ബാക്കിൽ കണ്ടില്ലേ, ബാക്കിലുള്ളത് എന്താണ്, എലമ്പശ്ശേരി വാട്ടർഫാളാണ്. എലമ്പശ്ശേരി വാട്ടർഫാൾ ഈ ചൂടുകാലത്ത് ഉണ്ടാവില്ല, മഴക്കാലത്ത് വരണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പിന്നിലെ വെള്ളം ചാടുന്നത് കാണാം, വെള്ളച്ചാട്ടം കാണാം. ഇത് ഏകദേശം 1200 മീറ്റർ ഉയരത്തിലാണ് സീ ലെവലിൽ നിൽക്കുന്നത്. ഓക്കെ, കോതമംഗലം താലൂക്കിൽ. അപ്പോൾ നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല, നല്ല ചൂടാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള പൊന്നൂസ് എന്ന് പറഞ്ഞൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചില്ല, ചെറിയൊരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബാക്കി അടുത്ത പാട്ടിൽ കാണാം. നന്ദി സുഹൃത്തുക്കളെ, താങ്ക് യു.